ഓ ഒരു മഴ. പാപ്പാട്ടാ ആ കവറിങ് എടുത്തോ. ആ എടുക്കാം. വാ വാ വാ. എങ്ങനെയുണ്ടായിരുന്നു ഇനിയാ ഇന്നത്തെ കച്ചവടമൊക്കെ? വൈകുന്നേരം മുതൽ മഴയായതുകൊണ്ട് ആ സമയത്ത് ഇച്ചിരി കച്ചവടം കുറവായിരുന്നു. അത് ശരിയാ. മഴയാണെങ്കിൽ പിന്നെ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ മടിയാ. പുറത്തുള്ളവർ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനും നോക്കും. കടയിൽ കയറാനോ സാധനങ്ങൾ വാങ്ങാനോ ഒന്നും ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല. അമ്മേ മോനോടെ? ചീരുവിന്റെ അടുത്തുണ്ട് വിനി. ആണോ? നമുക്കത് ഇറങ്ങിയാലോ സീമേ? ആ പോവാ. ഇതങ്ങ് പിടിച്ചു. വിനയം വാങ്ങിച്ചതാ. ശരി, ഞങ്ങളത് ഇറങ്ങാണേ. നാളെ രാവിലെ തന്നെ എത്തലേ? ആ പിള്ളേരോടമ്മേ? അവരകത്തുണ്ട്. വിനയ നീ പോയി കുളിച്ചിട്ടോ, അപ്പോഴേക്കും ഞാൻ ആഹാരം എടുത്തു വെക്കാം. ചീരു എന്താ അമ്മ ഇങ്ങോട്ട് വരാത്തത്? ഞാൻ വന്ന അറിഞ്ഞില്ലേ? അവള് കൊച്ചുങ്ങളെ ഉറക്കുകയായിരിക്കും. ഈ സമയത്ത് ഇവിടെ വന്നിരുന്ന കുഞ്ഞുങ്ങളെ ആര് നോക്കൂടാ? 3 പേരെ നോക്കണ്ടേ? അന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിനെ സ്വീകരിക്കുക എന്നുള്ളത് ഭാര്യയുടെ ഒരു കടമയല്ലേ? വീട്ടില് പ്രായമുള്ളവരോട് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നീ തന്നെ അവളോട് പറഞ്ഞു കൊടുക്കുന്നതാ നല്ലത്. അതിനെനിക്ക് അത്ര പ്രായമായില്ലല്ലോ. എടാ നീ പോയി കുളിച്ചിട്ട് വാ, ചീരുവിനെ ഞാൻ വിളിച്ചോളാം. ഏയ് വേണ്ട വേണ്ട, അമ്മ വിളിക്കണ്ട. ഞാനേ കുളിയൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് പോയി അവളെ കണ്ടോ. ഓക്കെ മാമ. അമ്മ ഏതാ മീന് ഫ്രൈ ആക്കി വെക്കണേ. ശരി. എന്തൊരു ഇടിമിന്നലുവാ. പിള്ളേര് പേടിക്കണ്ട, കഥകങ്ങ് അടച്ചേക്കാം. നന്ദികേട്ടുകാരാ, ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ ആരൊക്കെ എന്നോട് നന്ദികേട് കാണിച്ചിട്ടുണ്ട്. ആമയ്ക്ക് 25 ലക്ഷം രൂപ കൊടുത്തതേ ഞാൻ പറഞ്ഞിട്ടാ. അതൊരു കടമ പോലെ ചെയ്തതാണ് ഞാൻ. എന്നിട്ട് ഒരു ഫോൺ കോള്, ഒരു വാക്ക്, അവസാനമായിട്ട് ആൾക്ക് എന്നോട് സംസാരിക്കാറുണ്ട്. ദാസങ്ങള് ഫോൺ കൊടുത്തപ്പോ ഒരു ചടങ്ങ് പോലൊരു വാക്ക്. അതാണോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം? ആണോ? ആരാ? എന്റെ സെബാസ്റ്റ്യനോസ് പുണ്യാളാ, ഞാനൊന്ന് ചോദിക്കണ്ടേ? അറിഞ്ഞരാത്ത അംഗീകാരം ചോദിച്ചു വേണമെന്നല്ലേ അല്ലേ? അത് വേണ്ടി വരും. അപ്പൊ ഞാനൊന്ന് വിളിക്കാം. അതെ, ഞാനൊന്ന് ഇരുന്നോട്ടെ. വിരോധമില്ലല്ലോ? അത് മതി. മൗനം സമ്മതം എന്നാണല്ലോ. നിർബന്ധിച്ച് നിന്റെ കയ്യിൽ 25 ലക്ഷം രൂപയുടെ ചെക്ക് തരണമെങ്കിൽ എന്റെ സ്വർണം ആ രഘുവിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും ആമി. അപ്പൊ ആ സ്വർണം കാണാതെ പോയതല്ല, നീ മാറ്റിയതായിരുന്നല്ലേ? ഇത് നമുക്ക് അവകാശപ്പെട്ടത് തന്നെയാ. എന്റെ കയ്യിൽ നിന്നും രഘു ഇത് തട്ടിയെടുത്ത് തന്നെയാ. ഹലോ. ആമി, ഞാൻ രഘുവാ. ഞാൻ വിചാരിച്ചു നീ കോൾ എടുക്കില്ല. എടുത്തല്ലോ. ഇനി കാര്യം പറ. നീ എന്താ ആമി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? എടി, നിനക്കെന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? രഘുവേട്ടാ, ഞാൻ മോളെ ഉറക്കോ.
രഘുവേട്ടന്റെ നാവ് കുഴയുന്നുണ്ട്. ഇങ്ങനെ വെളിവില്ലാത്തൊരാളുമായി രാത്രി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ